വാഗ്ദേവതയുടെ സന്നിധിയിൽ വൻ ഭക്തജന തിരക്കാണ് 2 ദിവസമായി അനുഭവപ്പെടുന്നത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. ബൈന്ദൂർ ഉടുപ്പി ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ബസ് സർവീസുകളുമുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ക്യാമ്പും ഭക്തർക്കുള്ള അന്നദാനം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിക്കും. കൊല്ലൂരിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. അവിടെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണോ? നാളത്തേക്കുള്ള നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായി? പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഒരുപാട് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മഹാനവമി ആശംസകൾ. അതും ഈ കൊല്ലൂര് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മഹാനവമി ആശംസകൾ നൽകുന്നത്. നമുക്ക് നേരത്തെ അനുശ്രീ പറഞ്ഞതുപോലെ ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്ക് അല്ലേ? രാവിലെ മുതൽ ഇവിടെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ നവരാത്രി എന്ന് പറയുമ്പോൾ അതിനപ്പുറം മൂകാംബികയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തോന്നിപ്പോകും ഇവിടെ വരുമ്പോൾ. കാരണം നമ്മൾ ഇന്നലെ മുതലേ പറയുന്നുണ്ട്, ഇത് കർണാടകയിലെ ഉടുപ്പിയിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് മലയാളികളാണ് മൂകാംബിക അമ്മയുടെ ഭക്തരെന്ന് തോന്നിപ്പോകും. അത്രമാത്രം വലിയ തിരക്ക്. നമുക്കിതാ വിനോദേട്ടൻ ഈ ക്യാമറ ഒന്ന് തിരിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മഹാനവമി നാളിൽ വലിയ ക്യൂ ഉണ്ട്. അതിനൊരു കാരണമുണ്ട് രഞ്ജിത്ത്. മഹാനവമി നാളിൽ ദേവിയെ ദർശിക്കുക, അല്ലെങ്കിൽ ദുർഗാഷ്ടമി നാളിൽ ദേവിയെ ദർശിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഭക്തരുടെ ഒഴുക്ക് ഉള്ളതെന്ന് തന്നെ പറയാം. ഈ മഹാനവമി നാളിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കാൻ പോകുന്ന പുഷ്പരഥോത്സവമാണ് അല്ലേ? എന്താണ് അതിന്റെ പ്രത്യേകത രഞ്ജിത്ത്? പ്രധാനപ്പെട്ട അടികയുടെ തന്ത്രിയുടെ നേതൃത്വം നടക്കുന്ന പുഷ്പരഥോത്സവമാണ്. പുഷ്പം അലങ്കരിച്ച രഥം ഈ ക്ഷേത്രത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങ്. അത് കാണാനുമൊക്കെയായി ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കാര്യം, ഈ പുഷ്പങ്ങളാൽ അലങ്കരിച്ച മൂകാംബിക ദേവിയെ ഈ ക്ഷേത്രത്തിന് ചുറ്റും, നമ്മളിപ്പോൾ കാണുന്ന ഈ മൂകാംബിക ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ വലം വയ്ക്കും, ദേവി ഇറങ്ങി വലം വയ്ക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സമയം ഉണ്ടാകുന്നത് ഈ രഥത്തിൽ നിന്നും പൂജാരിമാർ ഇങ്ങനെ നാണയങ്ങളൊക്കെ ഭക്തരിലേക്ക് എറിയും. അപ്പൊ ആ നാണയങ്ങൾ കിട്ടുന്ന ആളുകൾക്കൊക്കെ സർവ്വ ഐശ്വര്യം ഉണ്ടാകും, അവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പൊ ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ ഒരു നാണയം പിടിക്കാൻ വേണ്ടി ഭക്തരിങ്ങനെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അത് നമുക്ക് എന്തായാലും കൃത്യം 1:30 തന്നെ ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പം ഈ പുഷ്പരഥോത്സവം കണ്ട് തൊഴുത് നിർവൃതി അടയാൻ എത്തുന്ന ആളുകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവുക. ഇനി അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മഹാചണ്ഡികാ യാഗം ഈ മഹാനവമി ദിവസവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതും വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ മഹാനവമി ദിവസം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട യാഗമാണ്. അത് കണ്ട് തൊഴാനും ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നമുക്കറിയാം മൂകാംബിക ക്ഷേത്രം എന്നുള്ളത്. അവിടെ എല്ലാ ദിവസവും വിദ്യാരംഭമുണ്ട് എങ്കിൽ പോലും വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുക നാളെയാണ് എന്ന് പറയുന്നത് വളരെ വൈശിഷ്ട്യമായി എല്ലാവരും കാണുന്ന. അതായത് ഇവിടെ വന്ന് അമ്മയ്ക്ക് മുൻപിൽ സരസ്വതിയാണ്, മൂകാംബികയാണ്. അപ്പൊ അമ്മയ്ക്ക് മുൻപിൽ വന്ന് ആദ്യാക്ഷരം കുറിക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അപ്പോൾ അപ്പോഴും ഇവിടെ പറയും, ദേവി വിളിക്കണം, എന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നാളെയാണ്. നമുക്കിതാ ഒരുപാട് ആളുകളുണ്ട്, ഇവരിലേക്കൊക്കെ ഒന്ന് പോയാലോ രഞ്ജിത്ത്? എവിടുന്നാ വരുന്നേ? ഞങ്ങള് പത്തനംതിട്ട. മലയാളികളാണ്. എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. മഹാനവമിക്ക് തൊഴാൻ വന്നതാണോ? അതെ. എവിടുത്തെ ചേച്ചി വരുന്നേ? കോഴിക്കോട്. വലിയ തിരക്കാണോ? കുറെ നേരം ക്യൂ നിൽക്കുവാണോ? ആണോ? ആദ്യമായിട്ടാണ്? അല്ല, ഞങ്ങള് കുറേ മുന്നേ എല്ലാ കൊല്ലവും 2 പ്രാവശ്യം വരും. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തവണയും വരണം എന്നാണോ? അങ്ങനെ തോന്നുവോ? ഓ, പിന്നെ ക്യൂ ആണെങ്കിലും കാത്തു നിന്ന് തൊഴാൻ പറ്റും അല്ലേ? അതാണ്. അമ്മേനെ പിറന്നാളിനൊന്നും വരും, ഇതിനും വരും. അങ്ങനെയാണ്. ഓരോരുത്തരും ഒരു തവണ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്നലെ മുതലേ അത് കേട്ടതാണ് എല്ലാവരും പറയുന്നത്. ഒരു തവണ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ മുതൽ ഹോട്ടൽ റൂമുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും കഴിഞ്ഞു. താമസ സൗകര്യമൊക്കെ വളരെ തുലവും പരിമിതമായ ഒരു സ്ഥലമാണ്, ചെറിയൊരു പ്രദേശമാണ്. ഹോട്ടൽ റൂമുകൾ നിറഞ്ഞു. യാത്രാ സൗകര്യങ്ങളൊക്കെ ഭക്തർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ക്യൂ അനുഭവപ്പെടുന്നു. മുറികളൊക്കെ കിട്ടാതെ വലയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. ദിവസമായതുകൊണ്ട് പുലർച്ചെ 3 മണിക്ക് നട തുറന്നു എന്നുള്ളതാണ്. എന്നിട്ട് പോലും നമ്മൾ ഈ കാണുന്ന തിരക്കാണ്. പക്ഷെ ആളുകളെ സംബന്ധിച്ച് അത്ര ക്യൂ ഒന്നും ഒരു പ്രശ്നമല്ല. അവർ എത്രയായാലും അവർക്ക് ദേവിയെ തൊഴണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ ക്യൂ എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്ന് തുടങ്ങുന്ന ക്യൂ ആണ്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. എന്താ പേര്? അമ്മയെ തൊഴാൻ വന്നേണോ? എവിടുന്നാ വരുന്നേ? കാസർഗോഡ്. എത്രല്ല പഠിക്കുന്നേ?
നാലിലാണോ? നാളെ വിദ്യാരംഭം എഴുതണ്ടേ? ഒന്നും കൂടെ അരിസ്റ്റർ എഴുതണ്ടേ? അല്ല, ഒന്നും കൂടെ എഴുതണ്ടേ? ഇവിടുന്ന് ഒന്നും കൂടെ എഴുതും. അതിന് പ്രായമൊന്നും ഇല്ല. അതെനിക്കറിയാം 3 വയസ്സിലാണ് എഴുതുന്നതെന്ന്. അത് അല്ലാതെ എഴുതത്തില്ലേ ഒന്നും കൂടെ? എഴുതണ്ടേ? അല്ല, ഇന്ന് പോവോ? തിരിച്ചു പോവോ? പോകും. എവിടുന്നാ വരുന്നേ? ആദ്യമായിട്ടാണോ? അല്ല, ഒരുപാടാണോ വന്നിട്ടുണ്ടല്ലോ? ഇത്തവണ കുറച്ച് തിരക്ക് കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതലുണ്ട്. എത്ര നേരമായിട്ട് ക്യൂ നിൽക്കുന്നു? 1 മണിക്കൂർ. 1 മണിക്കൂറായി. എന്തായാലും തൊഴുത് മടങ്ങും. ഇന്ന് തന്നെ മടങ്ങോ? നാളെ 5 മണിക്ക് നിൽക്കുന്ന ക്യൂവാ. ആണല്ലേ? എവിടുന്നാ വരുന്നത് ചേട്ടാ? തലശ്ശേരി. പേരെന്തുവാ? രാജേഷ്. ആദ്യമായിട്ടാണോ? അല്ല, എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും. മലയാളികളാണ് ഇവിടെ കൂടുതൽ. മലയാളികളാണ് കൂടുതലുള്ളത്. എന്തോ ചേട്ടാ പേര്? Vijay, we came from Bangalore. ബാംഗ്ലൂരാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? We used to. This is the first time for me. First time. My father came, so I. Yes, yes. മോന്റെ പേരെന്താ? വേദാൻഷ്. എത്രയിലാ പഠിക്കുന്നേ? 6th. ഭയങ്കര എനർജറ്റിക് ആണല്ലോ ആള്. ഒരു പാട്ടൊക്കെ പാടിത്തരുമോ? പാട്ട് പാടുവോ? പാടുന്നേ. ಕಲ್ಲಾದರೆ ನಾನು ಬೇಲೂರಿನ ಗುಡಿಯಲ್ಲಿ ಇರುವೆ, ಮಣ್ಣಾದರೆ ನಾನು ಕೋಲಾರದ ಮಣ್ಣಲ್ಲಿ ಬೆರೆವೆ, ಮರವಾದರೆ ನಾನು ಚಾಮುಂಡಿಗೆ ನೆರಳಾಗಿರುವೆ, മകുവാದರೆ ನಾನು കാവേരിയ മടിയലി നഗുവേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ പോയി തൊഴുതോട്ടോ. അപ്പോൾ അതാണ് വളരെ മനോഹരമായ, വളരെ ഭക്തി നിർഭരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഇന്ന് രാവിലെ മുതൽ 3 മണിക്ക് നട തുറന്നതാണ്. 3 മണി മുതൽ ആരംഭിച്ച ക്യൂ ആണ്. ക്യൂ ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. വളരെ വലിയ ഒരു ക്യൂ. പുറത്തൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റും അവിടെ നടപ്പന്തൽ കെട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം പൂർണ്ണമായും ഭക്തജനങ്ങൾ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെ വളരെ പതുക്കെ ഇപ്പോൾ രാവിലെ പ്രഭാത പൂജയൊക്കെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് അരമണിക്കൂറോളം അമ്പലം അടച്ചിടും. അതിനുശേഷം രണ്ടുപേരെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതെ അതെ. എന്താ പേര്? ജനനി. നല്ല പേരാണല്ലോ. എവിടുന്നാ ജനനി വരുന്നേ? കാഞ്ചി. എത്രയിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണോ? കൊറേ നേരമായോ ഇങ്ങനെ നിക്കുന്ന? നിന്ന് മടുത്തോ? ക്യൂ നിന്ന് മടുത്തോ? തണ്ണി കുടിച്ചാ എന്താ? 5 o'clock നിക്കുവാണോ? മടുത്തല്ലേ? ഇപ്പൊ കേറി തൊഴാൻ പറ്റുമോ? അമ്മയെ തൊഴണ്ടേ? അവക്ക് നാണം വരുന്നു. അപ്പൊ അങ്ങനെ അതാണ് 5 മണിക്ക് നിൽക്കുവാണ്. 5 മണിക്ക് 7:10 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അത്രത്തോളം വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ മുതൽ തന്നെ ഏറെ ഭക്തി നിർഭരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുകയും മൂകാംബിക ദേവിയെ തൊഴുതു മടങ്ങുകയും ചെയ്തത്. ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞതുപോലെ മലയാളികളുടെ വലിയ സാന്നിധ്യമാണ്. മലയാളികൾ 80% മലയാളികളാണ് ഇവിടെ നിന്നുള്ള അടികയടക്കം, അല്ലെ? ഇന്ന് നമ്മൾ സംസാരിച്ച അടികയടക്കം നമ്മളോട് പറഞ്ഞത് 80% മലയാളികളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത്തവണയും മലയാളികളുടെ വലിയ സാന്നിധ്യമുണ്ട്. പക്ഷെ മഴ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ. സാധാരണ ഈ നവമി ദിവസങ്ങളിൽ മഴ ഉണ്ടാവാറുണ്ട് എന്ന് പറയുമെങ്കിൽ പോലും ഇന്നലെ മുതൽ വലിയ മഴ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ മഴയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന. പക്ഷെ ഇപ്പോൾ മഴ അല്പം ഒന്ന് മാറി നിൽക്കുകയാണ്. എത്ര സമയത്തേക്ക് മഴ മാറി നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോഴും ഈ മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അവർ വന്നത് മൂകാംബിക ദേവിയെ തൊഴാനാണ്, അനുഗ്രഹം വാങ്ങാനാണ്. അത് വളരെ കൃത്യമായി തന്നെ സാധിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഈ കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് അവിടെ പൂർണ്ണമായും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. മഹാനവമി വിജയദശമിക്ക് വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ പൂർണ്ണമായും നമ്മുടെ ഈ ക്ഷേത്രം അത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് രഥോത്സവമാണ്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അത്രമേൽ ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണിന്ന്.